നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം പുനഃസ്ഥാപിക്കുകയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. ഹോർമൂസ് കടലിടുക്കിലുള്ള കപ്പൽ ഗതാഗതത്തിന് ഒരു രാജ്യങ്ങൾക്കും തടസ്സമുണ്ടാകില്ലെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നടത്തിപ്പും അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും ഈ തന്ത്രപ്രധാന ജലപാതയുടെ പൂർണ്ണമായ രക്ഷാധികാരിയെ അമേരിക്കയായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെ ഈ വാദത്തെ പൂർണ്ണമായും ഇറാൻ എതിർക്കുകയാണ്. ഈ പുതിയ രീതി അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കടത്തു പാതകളിലൊന്നായ ഹോർമൂസിൽ അമേരിക്കയുടെ ഒരു കളിയും നടപ്പില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ജലപാതയുടെ നിയന്ത്രണത്തിൽ ഇടപെടാൻ അമേരിക്ക ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പ്രദേശത്ത് സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ വഴിയിലൂടെയുള്ള സമുദ്ര ഗതാഗതം അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റിയുടെ നിലപാട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാതെ നിലയുറപ്പിച്ചതോടെ യുദ്ധസമാനമായ ആക്രമണങ്ങളാണ് മേഖലയിൽ അരങ്ങേറുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന US ആക്രമണങ്ങളിൽ ഇറാനിൽ 2 പേർ കൊല്ലപ്പെടുകയും 11ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മധ്യപ്രവിശ്യയായ ഇസ്ഫഹാനിലെ നൈൻ നഗരത്തിലുള്ള സൈനിക താവളത്തിന് നേരെ അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരവാദികളായ അമേരിക്കൻ സൈന്യമാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്ന് ഇസ്ഫഹാൻ ഡെപ്യൂട്ടി ഗവർണർ ആരോപിച്ചു. പരിക്കേറ്റവർ നിലവിൽ അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചികിത്സയിലാണ്. ഇതിനു മുമ്പ് ഞായറാഴ്ച ഖുസസ്താൻ പ്രവിശ്യയിലെ മൗജറിലുള്ള കാർഷിക ജല പമ്പിംഗ് സ്റ്റേഷൻ നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക തങ്ങളുമായുള്ള ധാരണാപത്രത്തിലെ ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റാതെ ഒന്നിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നു. US ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബന്ദർ അബ്ബാസിന് മുകളിൽ പറന്ന അമേരിക്കൻ നിർമ്മിത ലൂക്കാസ് സൂയിസൈഡ് ഡ്രോൺ കൃത്യമായ ലക്ഷ്യത്തോടെ ഇറാൻ വെടിവെച്ചിട്ടു. ഇതിനു പുറമെ ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിലെ US സൈനിക കേന്ദ്രങ്ങളെയും ഒമാനിലെ റഡാർ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് 5ാം ഘട്ട ആക്രമണവും ഇറാൻ അഴിച്ചുവിട്ടു. ഇതോടെ US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായ ബഹ്റൈനിൽ പുലർച്ചെ മുതൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിന്റെ അതിർത്തി പോസ്റ്റുകൾക്കും എണ്ണക്കിണറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഒമാൻ, ജോർദാൻ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപരിധിയിൽ മിസൈലുകൾ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തീരദേശ റഡാറുകളും ലക്ഷ്യമിട്ട് 140ഓളം കേന്ദ്രങ്ങളിൽ തങ്ങൾ ബോംബിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒപ്പം ചരിത്രത്തിലാദ്യമായി അത്യാധുനിക സമുദ്ര ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. പശ്ചിമേഷ്യയെ പൂർണ്ണമായും വിഴുങ്ങാൻ പോകുന്ന ഒരു വൻ യുദ്ധത്തിലേക്കാണോ ഈ നീക്കങ്ങൾ പോകുന്നത് എന്നാണ് വലിയ ഭീതി. ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്.